രാഹുൽ ഗാന്ധിക്കെതിരായ ബി.ജെ.പി. നേതാവിന്റെ കൊലവിളിയിൽ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടെയാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭ പിരിഞ്ഞു. രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശം നടന്ന് ഇത്രയും ദിവസം കഴിഞ്ഞപ്പോഴാണോ പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കാൻ തോന്നിയതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. ഇത്രയും ദിവസം മിണ്ടാതിരുന്നതിന്റെ ജാള്യത മറയ്ക്കാനാണ് പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തിയതെന്നും മന്ത്രി പറഞ്ഞു. ചരിത്ര പ്രാധാന്യമുള്ള ഒരു ബില്ലാണ് സാർ. ഈ ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഈ ബഹളമല്ല സാർ. യഥാർത്ഥത്തിൽ ശ്രീ A.K. ആന്റണി ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ആ പത്രസമ്മേളനം നടത്താൻ നിർബന്ധിതനായത് ഈ നിയമസഭയിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലല്ലോ എന്ന വിലാപമായിരുന്നു. ഇപ്പോ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം കുറ്റകരമായ നിശബ്ദത പാലിച്ചല്ലോ എന്നുള്ള ഒരു പത്രസമ്മേളനം ഡൽഹിയിൽ രാഹുൽ ഗാന്ധി നടത്താൻ ഇടയുണ്ട് എന്ന് കരുതിയിട്ടുള്ള ഒരു സമരാഭാസമാണ് ഇന്ന് ഈ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഷീജ ചേരുകയാണ് വിശദമായ വിവരങ്ങളുമായി. ഷീജ, ഇന്ന് പ്രതിപക്ഷം ഈ നിയമസഭയിൽ നടത്തിയത് ഒരു നാടകമായിരുന്നു എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരായി ബി.ജെ.പി. നേതാവിന്റെ പരാമർശം നടന്ന് ഇത്രയും ദിവസം പിന്നിട്ടതിന് ശേഷമാണ് ഈ ഒരു വിഷയം സഭയിൽ വരുന്നത്. എന്നാൽ അതേസമയം ആ ഒരു വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടന്നു വരികയുമാണ്. ഈ ഒരു സഭയിൽ നിന്ന് ഇന്ന് പങ്കുവയ്ക്കുവാൻ സാധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും, അതായത് പ്രതിപക്ഷത്തിന്റെ കള്ളക്കളി തന്നെയാണ് ഇതിൽ വ്യക്തമാകുന്നത്. അതായത് പ്രതിപക്ഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ അടിയന്തര പ്രമേയ വിഷയങ്ങൾ കൊണ്ടുവരുന്നു, അത് സർക്കാർ ചർച്ചയ്ക്കെടുക്കുന്നു. ആകെ വെട്ടിലായ ഒരു അവസ്ഥയിലായിരുന്നു പ്രതിപക്ഷമുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള കൊലവിളി പ്രസംഗം നടത്തിയ ബി.ജെ.പി. നേതാവിന്റെ പരാമർശം. അതിൽ ബി.ജെ.പി. നേതാവായിട്ടുള്ള പ്രിന്റു മഹാദേവനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല എന്നാരോപിച്ചുകൊണ്ട് ഈ വിഷയം അടിയന്തര പ്രമേയ വിഷയം ഉന്നയിച്ചത്. സ്പീക്കർ ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കി ഇത് ഒരു ചാനൽ ചർച്ചയിൽ ഉയർന്നു വന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ചാനൽ ചർച്ചയിൽ ഉയർന്നു വന്ന വിഷയം സഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ സാധിക്കുകയില്ല. ആവശ്യമാണെങ്കിൽ അത് പ്രമേയ അവതാരകന് സബ്മിഷനായി ഉന്നയിക്കാനുള്ള അവസരം നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല. അനാവശ്യ ബഹളവുമായി പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് മന്ത്രി പി രാജീവ്, നിയമമന്ത്രി കൂടിയായിട്ടുള്ള പി രാജീവ് ചൂണ്ടിക്കാണിച്ചത്. ഈ വിഷയം ഉണ്ടായത് ഈ മാസം 26-ാം തീയതിയാണ്. ചാനൽ ചർച്ചയിലൂടെ ഇത്തരത്തിലൊരു പ്രസ്താവന ഈ ബി.ജെ.പി. നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ കഴിഞ്ഞ ദിവസം സഭാ സമ്മേളനത്തിൽ, അതായത് ഇന്നലെ ബില്ലിന്റെ ചർച്ചയ്ക്കിടയിൽ പ്രതിഭയാണ് ഈ വിഷയത്തിൽ ഇതുവരെ കോൺഗ്രസ് എന്തുകൊണ്ടൊരു പരാതി പോലും നൽകിയില്ല എന്നുള്ള വിഷയം ഉന്നയിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇതിൽ പരാതി വരുന്നത്. പരാതി വന്ന ഉടൻ തന്നെ ഈ വിഷയത്തിൽ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം പരാതിക്കാരനെ പോലീസ് ടെലിഫോണിൽ ബന്ധപ്പെട്ടു. അപ്പോൾ പരാതിക്കാരന്റെ മറുപടി എന്ന് പറയുന്നത് ഇതിലൊരു പരാതി മാത്രം നൽകാൻ മാത്രമാണ് താൻ ഉദ്ദേശിച്ചത്, അതിൽ തുടർ നടപടിക്ക് തനിക്ക് താല്പര്യമില്ല എന്നാണ് അറിയിച്ചത്. അത്തരത്തിൽ ഒരു സംഭവം, ആ വിഷയങ്ങൾ ഒക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഇന്നിപ്പോൾ സഭയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കൃത്യമായ രീതിയിൽ തന്നെ പരാതിന്മേലുള്ള നടപടി പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കുള്ളിൽ A.K. ആന്റണിയുടെ കാലത്തുണ്ടായ സംഭവങ്ങളിൽ A.K. ആന്റണിയുടെ വാദം പറയുവാൻ വേണ്ടി ആരുമില്ലാത്തൊരു സാഹചര്യത്തിൽ A.K. ആന്റണിക്ക് പുറത്ത് വാർത്താ സമ്മേളനം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും സമാനമായ രീതിയിൽ വാർത്താ സമ്മേളനം വിളിക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വിഷയത്തിൽ പൊടുന്നനെ ഒരു ദിവസം രാവിലെ ഈ വിഷയം ഉയർത്താനുള്ളൊരു തീരുമാനം എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം കഴിഞ്ഞ ദിവസം തന്നെ ഈ വിഷയം സഭയിൽ ഉന്നയിക്കാമായിരുന്നത് പി രാജീവും മന്ത്രി M.B. രാജേഷും അടക്കമുള്ളവർ വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും ഇതോടുകൂടി പ്രതിപക്ഷത്തിന്റെ ആ ഒരു കള്ളക്കളി കൂടി അവസാനിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ഏതായാലും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭാ നടപടികളെല്ലാം വേഗത്തിൽ പൂർത്തിയാക്കി സഭ നേരത്തെ തന്നെ പിരിയുകയായിരുന്നു. ഇനി സഭാ സമ്മേളനം പുനരാരംഭിക്കുന്നത് ഒക്ടോബർ 6-ാം തീയതി ആയിരിക്കും. ശരി, വ്യക്തമാണ് ഷീജ. രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശത്തിലാണ് ഇത്തരത്തിൽ പ്രതിപക്ഷം സഭയിൽ ഒരു നാടകം നടത്തിയത്.